ഹലോ ഫ്രണ്ട്സ്, ഹൃദയസഖി അടുത്ത പാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിലൂടെ പറയുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലോട്ട് പോവാം. എന്നാ എക്സാം ഡേറ്റ് കിട്ടിയിരിക്കുന്നേ? ശിവ മൊബൈൽ ഓൺ ചെയ്തുകൊണ്ട് ചോദിച്ചു. പെട്ട്. ശിവ പറഞ്ഞപ്പോഴാണ് രണ്ടാൾക്ക് എക്സാമിൻ്റെ ഓർമ്മ പോലും. ചോദിച്ചത് കേട്ടില്ലേ, എന്നാണെന്ന്? അറിയില്ല, രണ്ടാളും ഒരുപോലെ പറഞ്ഞു. അറിയില്ലല്ലേ? ശിവ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ടേബിളിനടിയിൽ നിന്നും ചൂരലെടുത്തു. അത് കണ്ടതും രണ്ടാളും ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു. മറ്റന്നാളാണെന്ന് തോന്നുന്നു. വടി കൊണ്ട് വീശാനൊരുങ്ങിയതും മാളു ചാടിക്കേറി പറഞ്ഞു. വടിയിലേക്കും തന്നെ മാറി മാറി നോക്കിക്കൊണ്ട് വിതുമ്പുന്ന മാളുവിനെ കണ്ടതും ശിവ വടി താഴെയിട്ടു. കസേരയിൽ വന്നിരുന്നു. 1 മണിക്കൂർ സമയം തരും, അതിനുള്ളിൽ വേഗം 2 ചാപ്റ്റേഴ്സ് കവർ ചെയ്തോ. ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ മണി പോലെ ഉത്തരം പറഞ്ഞിരിക്കണം. വേഗം ആയിക്കോട്ടെ. ശിവ കസേരയിലേക്ക് ആഞ്ഞിരുന്നു. സച്ചു ആത്മാർത്ഥതയോടെ വായിച്ചു തുടങ്ങി. മാളു ആണേൽ ഒന്നും മനസ്സിലാവാതെ തലയും ചൊറിഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ കാട്ടിക്കൂട്ടൽ കണ്ട് ശിവ ചിരി കടിച്ചു പിടിച്ചു. ടൈം ഇസ് ഓവർ. കയ്യിലുണ്ടായിരുന്ന ബുക്ക് താഴെ വെച്ച് ശിവ പറഞ്ഞു. സച്ചു ആണേൽ ചോദിച്ചോ എന്ന മട്ടിലാണ്. അവന്റെ ഇരിപ്പ് കണ്ട് മാളു കണ്ണു തള്ളി. കാര്യം വേറൊന്നുമല്ല. സച്ചു ആള് തല്ലിപ്പൊളിയാണേലും പഠിത്തത്തിന്റെ കാര്യത്തിൽ അവൻ പുലിയാണ്. അതുപോലെ തന്നെയാണ് ശിവയും ലച്ചുവേച്ചിയും. കൂട്ടത്തിൽ മണ്ടി താനാണ്, അവൾ ഓർത്തു. എങ്ങനെ ഇതിൽ നിന്നും രക്ഷപ്പെടുമെന്ന് ആലോചിച്ചതും ഗേറ്റ് തള്ളി തുറന്ന് ആരോ വരുന്നത് കണ്ടു. അടുത്തെത്തിയതും കണ്ടു വല്യമ്മാവൻ. ഇത് തന്നെ പറ്റിയ അവസരം. വല്യമ്മാവാ, ഉറക്കെ വിളിച്ചുകൊണ്ടവൾ മുറ്റത്തേക്ക് ഓടി. അയാളുടെ മേലേക്ക് കയറി. ശിവ വിളിക്കുന്നത് കേട്ടാണ് മാളുവും ലച്ചുവും അയാളെ വല്യമ്മാവ എന്ന് വിളിക്കുന്നത്. അയാളൊട്ടത് തിരുത്താനും പോയില്ല. മാളൂട്ടിയേ. അയാൾ അവളെ എടുത്തൊന്ന് വട്ടം കറക്കി. ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? എന്തായാലും നല്ല ടൈമിംഗ് ആണ്, അവൾ പറഞ്ഞിട്ട് വാപൊത്ത് ചിരിച്ചപ്പോഴാണ് അയാൾ അകത്തേക്ക് നോക്കിയത്. കയ്യിൽ ബുക്കുമായി നിൽക്കുന്ന സച്ചുവും ശിവയും. കള്ളി, അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണല്ലേ. മഞ്ഞ് നിന്ന് കൊള്ളാതെ അകത്തേക്ക് പോകാം. കയ്യിലുള്ള ബാഗ് അവളുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. മാളു അത് വാങ്ങി വല്യമ്മാവന്റെ കയ്യിൽ തൂങ്ങി അകത്തേക്ക് നടന്നു. മാളു സച്ചുവിനെ നോക്കി എങ്ങനെയുണ്ടെന്ന് കാണിച്ചു. നീ പോടി. സച്ചു പല്ല് കടിച്ചു. സച്ചു. അമ്മാവന്റെ ശാസന നിറഞ്ഞ സ്വരം അവനെ തേടിയെത്തി. ശിവയും സച്ചുവും അയാളുടെ ഇരുവശവും പോയിരുന്നു. ഇത്രയും നാൾ എവിടെയായിരുന്നു? സച്ചു സംശയരൂപേണ ചോദിച്ചു. അങ്ങ് ഗോവയിൽ. ഒറ്റക്കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. കള്ള തിരുമാലി, സച്ചു കളിയായി പറഞ്ഞു. ശിവ ഒന്നും മിണ്ടിയില്ല, എല്ലാം കേട്ടിരുന്നതേ ഉള്ളൂ. എന്താ ശിവ നീയൊന്നും മിണ്ടാത്തേ? ഒന്നുമില്ല വല്യമ്മാവാ, ഞാൻ എല്ലാരെയും വിളിച്ചിട്ട് വരാം. മാളു തുള്ളിച്ചാടി അകത്തേക്ക് പോയി. നീ അവളോട് പറഞ്ഞോ ഇഷ്ടമാണെന്നുള്ളത്? ശിവയുടെ കാതോര അയാൾ ചോദിച്ചു. ഇല്ല, അവസരം വരട്ടെ. അവനും സ്വകാര്യമായി പറഞ്ഞുകൊണ്ട് ചിരിച്ചു. സച്ചു അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ ചെവി വട്ടം പിടിച്ചു. പക്ഷെ ഒന്നും കേൾക്കാൻ പറ്റിയില്ല. അവനും മെല്ലെ മാളു പോയതിന്റെ പിന്നാലെ അകത്തേക്ക് പോയി. അമ്മാവൻ വന്നതും ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു വീട്ടിൽ. എല്ലാവരും തറവാട് വീട് കൂടിയായി ശങ്കരന്റെ വീട്ടിൽ ഒത്തുകൂടി. കുറെ ദിവസത്തിന് ശേഷമാണ് അയാൾ തന്റെ സഹോദരങ്ങളോടും മക്കളോടുമൊപ്പം ഇങ്ങനെ ഒത്തുകൂടുന്നത്. അന്നേ ദിവസം ആരും എങ്ങോട്ടും പോയില്ല, വീട്ടിൽ തന്നെ ഒത്തുകൂടി. ശിവേട്ടനാണ് വല്യമ്മാവന്റെ പെറ്റ്. രണ്ടുപേരും സുഹൃത്തുക്കളെ പോലെയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്തതായി ഒന്നുമില്ല. രാത്രി എല്ലാവരും മുറ്റത്തെ മാവിൻ ചുവട്ടിലിരുന്നു. സംസാരിച്ചും പരസ്പരം കളിയാക്കിക്കൊണ്ടും ആ രാത്രി അവർ മനോഹരമാക്കി. പുരുഷന്മാരെല്ലാരും ചെറുതായി വീശാനുള്ള പരിപാടിയിലാണ്. ശിവയും സച്ചു ഒഴിച്ച്. അതിൽ നമ്മുടെ സച്ചുവിന് ചെറുതായി നീരസമുണ്ട്. നമ്മുടെ ലച്ചുവിനിപ്പോൾ 23 വയസ്സായില്ലേ? അമ്മാവൻ ചോദിച്ചു. അതെ, എന്താ ഏട്ടാ? ശങ്കർ ചോദിച്ചു. കുട്ടിക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ഏട്ടാ, കല്യാണമൊക്കെ എന്ന് പറയുമ്പോൾ മോളുടെ ഇഷ്ടം കൂടെ നോക്കണ്ടേ? ദേവകി ഒന്നും അടിച്ചു. അതിനിപ്പോ എന്താ, അവളുടെ ഇഷ്ടം നോക്കിയിട്ട് മതി. എൻ്റെ സുഹൃത്തിന്റെ മകനാണ്. ആളും ഇവളെ പോലെ അധ്യാപകനാണ്. രണ്ടാളും ഒരേ ഫീൽഡ് ആവുമ്പോൾ ഒന്നുകൂടെ പരസ്പരം മനസ്സിലാക്കുമല്ലോ. കേട്ടിടത്തോളം തരക്കേടില്ലെന്ന് തോന്നുന്നു, അല്ലേ അളിയ? ദാസിനെ നോക്കി ശങ്കർ ചോദിച്ചു. നല്ലതാണെങ്കിൽ നോക്കാം അളിയ. അയാളും ശരിവെച്ചു. ലക്ഷ്മി നാണത്തോടെ തല താഴ്ത്തി. 2 ആഴ്ച കടന്നുപോയി. അതിനിടയിൽ എക്സാമും. ഇന്നാണ് ലച്ചുവേച്ചിയെ പെണ്ണ് കാണാൻ വരുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ്. രാവിലെ 10 മണിയോടെ അവരെത്തുമെന്ന് പറഞ്ഞിരുന്നു. സെറ്റ് സാരിയൊക്കെ ഉടുപ്പിച്ച് സുന്ദരിയാക്കി നിർത്തി ലച്ചുവേച്ചിയെ. ആൺപടകളെല്ലാം മുന്നിൽ തന്നെയുണ്ട് ചെറുക്കനെയും കൂട്ടരെയും സ്വീകരിക്കാൻ. ആളുടെ പേര് അഭിഷേക്, അധ്യാപകനാണ്. വീട്ടിൽ അച്ഛനും അമ്മയും ഒരനിയനും, അക്ഷയ്.
രണ്ട് വീട്ടുകാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടു. ചെറുക്കനോടും പെണ്ണിനോടും പരസ്പരം ഇഷ്ടമായോ എന്ന് ചോദിച്ചു.